പ്രാർത്ഥിച്ച് ഇഷ്ടമുള്ള കളത്തിൽ സ്വർണം വെച്ചോളൂ. ആരൂഢ സംഖ്യ 153. ആരൂഢം കർക്കിടക രാശിയിൽ, ലഗ്നത്തിൽ സൂര്യൻ, 6 ശനി, 9 ചൊവ്വ, 12 ബുധൻ. ലഗ്നത്തിൽ തന്നെ നോക്കിക്കോളൂ. ഒരു കാര്യം വ്യക്തം, ക്ഷേത്രത്തിൽ ദൈവസാന്നിധ്യമില്ല. മേക്കാടന് എന്തു തോന്നുന്നു? ശരിയാ, ആരൂഢത്തിൽ സൂര്യനല്ലേ നിൽക്കുന്നത്, ഉണ്ടാവില്ല. ഉണ്ണിക്ക് എന്ത് തോന്നുന്നു? ആരൂഢാധിപൻ നീചസ്ഥനായി ഗുളികബന്ധത്തിൽ നിൽക്കുന്നു. പിന്നെ 3-ാം ഭാവാധിപനായ ബുധൻ 12-ൽ നിന്ന് ശത്രുഭാവത്തെ വീക്ഷിക്കുന്നു. അതുകൊണ്ട് അശുദ്ധി ശത്രുവശ്ചോര ചിന്തനീയാഹി ശത്രുവിന. ശത്രുക്കളാലും ചോരന്മാരാലും അശുദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ചോരന്മാരോ? പേടിക്കണ്ട, പുറത്തുള്ളവരോ പരദേശികളോ അല്ല, അകത്തുള്ളവര് തന്നെയാ. എടോ ഉള്ളുവത്തിരിമേനിയെ, അമ്പലവാസികളൊക്കെ മോഷ്ടാക്കളാണെന്നാണോ? അല്ല, ഇതൊക്കെ പറയാൻ താനാരാ? കവടി കയ്യിലുണ്ടെങ്കിൽ എന്തും പറയാല്ലേ. തന്റെ നാവിന് ചേരുന്നത് നാവോറു പാട്ടാ. കുലത്തൊഴിലൊക്കെ ആയിട്ടൊക്കെ കഴിഞ്ഞാ പോരെ. എടോ പേടിപ്പിക്കാതെടോ. ഈ അഷ്ടമംഗല്യവും ദേവപ്രശ്നമൊക്കെ പറഞ്ഞാല് ഞങ്ങള് സവർണര് ബ്രാഹ്മണര് ചെയ്തോളാം. തനിക്കിതിലെന്ത് കാര്യം? നിർത്തറോ. ദേവന്റെ മുതല് കെട്ടതും പോരാ സത്യം പറഞ്ഞവനെ ചീത്ത വിളിക്ക. 3-ാം ഭാവാധിപൻ ബുധൻ 12-ലുണ്ട്, ശത്രുഭാവത്തേക്ക് നോക്കിക്കൊണ്ട്. താനും തന്റെ ആൾക്കാരും മുതൽ കേട്ടിട്ടില്ലെങ്കിൽ അത് ഇപ്പൊ പറയാ, ഞാൻ അങ്ങോട്ട് തെളിയിക്കാം. കുറെ ബ്രാഹ്മണരിറങ്ങിയിരിക്കുന്നു. എന്താണോ എന്റെയൊക്കെ ബ്രാഹ്മണ്യം? നെഞ്ചത്തിറക്കുന്ന ഈ 2 നൂല എങ്കിൽ എനിക്ക് 3 ദിവസം തരൂ. ഇവനെ അഥർവയജ്ഞത്തിലൂടെ ഉപനയനം നടത്തി ഗായത്രി ഉപദേശിച്ച് ബ്രാഹ്മണനാക്കി തരാം. ഇരിക്കണ്ട. ഇവിടെ ഇരിക്കുന്ന ഏത് ബ്രാഹ്മണനേക്കാൾ ബ്രാഹ്മണ്യം ഇവനുണ്ട്, ജ്ഞാനം കൊണ്ട്. അറിവിനെ ബഹുമാനിക്കാൻ പഠിക്കണോ ആദ്യം. ഉണ്ണി അവിടെ ഇരിക്കുക, അഭിപ്രായം പറയാ. അനന്ത, പുറത്തു പോകൂ. പോകാൻ. അനന്ത, അനന്ത അവിടെ നിൽക്ക. അനന്ത, ഉച്ചയുറക്കം തടസ്സപ്പെടുത്തിയോ? ഇല്ല, ഒന്ന് മയങ്ങേയുള്ളൂ. ഈ വരവ് തീരെ പ്രതീക്ഷിച്ചില്ല. ഇരിക്കാം. ഈശാന കോണിലൊരു സ്രോതസ് കണ്ടു, പക്ഷേ തേജസ്സില്ല. അത് നീയേ ആവൂ എന്നെനിക്കറിയാം. എന്നിട്ട് എന്തേ ഇതുവരെ ഞാൻ വന്നില്ല എന്ന് ചോദിച്ചാൽ ഓരോന്നിനും ഓരോ സമയമുണ്ട്. നീ അറിവുള്ളവനാണ്, വേദപണ്ഡിതനാണ്. പക്ഷേ നിന്റെ അറിവ് പൂർണ്ണമല്ല. 4 വേദങ്ങൾ. എന്റെ അഥർവത്തിന് മാത്രം ഒരയിത്തം. വേദങ്ങൾ ദൈവസൃഷ്ടമാണ്, എന്നിട്ടോ അതിൽ പോലും ഉച്ചനീചത്വം. അഥർവം അധമമാണത്രേ, ആഭിചാരമാണത്രേ. ഉണ്ണി, ഒരു വേദവും ഒരു കർമ്മവും ഒരു മന്ത്രവും ആഭിചാരമല്ല. ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നതാണ് വേദകർമ്മ മന്ത്രാദികളുടെ നന്മയും തിന്മയും നിശ്ചയിക്കുന്നത്. അല്ല, ഞാൻ അങ്ങനെ ഒന്നും ധരിച്ചിട്ടില്ല. അതെനിക്കറിയാം. പക്ഷേ തെറ്റായ ധാരണകൾ പുലർത്തി അറിവിൽ നിന്ന് അകന്നു നിൽക്കരുത്. അഥർവം അങ്ങോട്ട് പഠിക്കുക, ഞാൻ നിന്നെ പഠിപ്പിക്കാം. അത് 3 കഴിഞ്ഞിട്ട് പോരെ 4-ാമത്തെ വേദം? സാമ ഇനിയും കഴിഞ്ഞിട്ടില്ല. മതി, ഒക്കെ കഴിഞ്ഞിട്ട് മതി. പക്ഷെ വരണം. സമയമാവട്ടെ. ഞാൻ വരും, എനിക്കറിയാം. പോയി വരട്ടെ.
ആഭിചാരങ്ങൾക്ക് ഞാൻ അവനെ എന്റെ പിൻഗാമിയാക്കും. എന്താ വിശ്വാസം വരുന്നില്ലേ? എന്തു പറ്റി ഉണ്ണി? ആകെ വേർതിരിക്കുന്നല്ലോ. എന്തു പറ്റി? പെട്ടെന്ന് വല്ല അസുഖവും? ഇല്ല, ഒരു ദുസ്വപ്നം കണ്ടു. അച്ഛൻ എങ്ങോട്ട് പോന്നു? നീ ആ വിളക്കിങ് തരൂ. എങ്ങോട്ടേക്കാ? എനിക്ക് അനന്തനെ ഒന്ന് കാണണം. ഈ അർദ്ധരാത്രിക്കോ? അച്ഛൻ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും വരാം. വേണ്ട, നിങ്ങൾ ഉറങ്ങിക്കോ. മോനെ, അച്ഛൻ അറിയണ്ട, നീ പിന്നാലെ പോ. എന്താ അച്ഛനും വിഷ്ണുവും കൂടി ഈ അർദ്ധരാത്രിയില്? എനിക്കൊന്നും അറിയില്ല അനന്തേട്ടൻ അമ്മേ. എന്തോ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് അച്ഛൻ ഇറങ്ങി പോന്നു. ഒറ്റയ്ക്ക് പോകണ്ടല്ലോ എന്ന് കരുതി ഞാനിവിടെ പോന്നതാ. ഈ അച്ഛന്റെ ഓരോ കാര്യങ്ങളെ. മേക്കാട് തിരുമേനി ഇവിടെ വന്നു എന്നുള്ളത് ശരിയാ, പക്ഷേ ഞാനതിലൊന്നും ആകർഷ്ടനായിട്ടില്ല. അനന്ത, നീ ഇന്ന് എന്നേക്കാൾ അറിവുള്ളവനാണ്. ഞാൻ പഠിപ്പിച്ചതിലും കൂടുതൽ നീ പഠിച്ചു. ഞാൻ കാണാത്ത അർത്ഥങ്ങൾ കൂടി നീ തനിയെ കണ്ടെത്തി. പക്ഷേ ഇന്ന് നിന്റെ അറിവിനോടുള്ള തൃഷ്ണ അതെന്നെ ഭയപ്പെടുത്തുന്നു. ഞാൻ ശരിക്കുറങ്ങിയിട്ട് നാളുകളായി. നീ സ്വയമാർജിച്ച ജ്ഞാനത്തിന്റെ തേജസ് ആരോ വന്ന് തല്ലിക്കെടുത്തുന്നു. വേദങ്ങളുടെ പരിശുദ്ധി ആരോ നശിപ്പിക്കുന്നു. അനന്ത, നിനക്കെന്തോ സംഭവിക്കുന്നുണ്ട്. മനസ്സിൽ എന്താണെങ്കിലും അതെന്നോട് പറയൂ. നിനക്ക് ഗുരുവായിട്ട് ഞാൻ പോരെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ മറ്റൊരു ഗുരുവിനെ കണ്ടെത്തിക്കൊള്ളൂ. പക്ഷെ മേക്കാടൻ വേണ്ട. അയാൾ നിന്നെ നശിപ്പിക്കും, ആഭിചാരം ചെയ്യുന്നവനാക്കും, ദുഷ്കർമ്മിയാക്കും. ഇല്ല, എനിക്ക് വേണ്ടി, എന്റെ മാത്രം സുഖങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരിക്കലും അധമകർമ്മങ്ങൾ അനുഷ്ഠിക്കില്ല. പക്ഷേ ഇന്നെനിക്ക് തോന്നുന്നു, ഈ പാതി ജന്മം, ഈ പാതി ബ്രാഹ്മണ്യം എനിക്ക് തരേണ്ടിയിരുന്നില്ലെന്ന്. ഒരു പുള്ളുവൻ മാത്രമായിരുന്നെങ്കിൽ നാട് തെണ്ടി നാവോർ പാടി നാട് കഴിക്കാമായിരുന്നു. പക്ഷേ എനിക്കത് വയ്യല്ലോ. വേദങ്ങളൊക്കെ പഠിച്ചു, ഉപനിഷത്തുകളും പുരാണങ്ങളും സ്മൃതികളും ഒക്കെ. എന്നിട്ടും ഞാൻ ആരാണ് അതുപോലും എനിക്കറിയില്ല. ചാതുർവർണ്ണയങ്ങളൊക്കെ പഠിപ്പിച്ചു തന്ന ആളല്ലേ. ഞാൻ ആരാണ്? ബ്രാഹ്മണനാണോ? ക്ഷത്രിയനാണോ? ശൂദ്രനാണോ? ആരാണ് ഞാൻ? ആരുടെ കർമ്മമാണ് ഞാൻ അനുഷ്ഠിക്കേണ്ടത്? ആരായിട്ടാണ് ഞാൻ ജീവിക്കേണ്ടത്? ഇല്ല, എന്നെ ഓർത്ത് ഭയപ്പെടണ്ട. സാത്വിക രക്തത്തിൽ, ഋഗ്വേദിയുടെ രക്തത്തിൽ ഒരു അഥർവി പിറന്നു എന്ന് കരുതണ്ട. പക്ഷേ എന്റെ വിശ്വാസങ്ങൾ ഇളകിപ്പോകുന്നു, എന്റെ മനസ്സാടിപ്പോകുന്നു. പഠിച്ച മന്ത്രങ്ങൾ കൊണ്ടൊന്നും മനസ്സിനെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അവിടുന്ന് മഹാസാത്വികനല്ലേ, എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ എനിക്ക് ശക്തി തരും. സർവമംഗളാനി ഭവന്തു. അനന്തേട്ടൻ അമ്മേ, വരട്ടെ. ആ, അനന്തേട്ടാ പോട്ടെ. അച്ഛാ, ആ വിളക്കിങ് തരൂ. അനന്ത, ദേഹവും ദേഹിയും തളരുന്നു. എനിക്ക് തരാൻ ഉണ്ണിയുടെ കയ്യിൽ എന്തെങ്കിലും ഗീതാശ്ലോകമുണ്ടോ? അനന്തേട്ടാ, ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്തിന്? ഞാൻ എല്ലാം അറിഞ്ഞു. അച്ഛനും തിരുമേനിമാരും കൂടെ അപമാനിച്ചതും അമ്പലത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നതും എല്ലാം. ഇറങ്ങിപ്പോന്നതല്ല, ഇറക്കി വിട്ടതാ. അല്ലെങ്കിൽ തന്നെ അഷ്ടമംഗലത്തിൽ പുള്ളുവൻ എന്താ കാര്യം? തെറ്റേണ്ടതാ. അറിവ് പ്രകടിപ്പിക്കാനുള്ളതല്ല,
അറിവില്ലായ്മ കാണിച്ചത് ഞാനാ. അനന്തേട്ടാ, ഒത്തിരി അറിവുള്ള ആളല്ലേ, വേറെന്തെങ്കിലും ഒരു ജോലി നോക്കിക്കൂടെ? വേദം ചൊല്ലിയും പഠിപ്പിച്ച് ഇവിടെ കഴിഞ്ഞിട്ടാ ആർക്കും ഒരു ബഹുമാനം ഇല്ലാത്തത്, അപമാനിക്കപ്പെടുന്നത്. എത്ര അപമാനിക്കപ്പെട്ടാലും അവഹേളിക്കപ്പെട്ടാലും മറ്റൊരു ജോലി അത് വേണ്ട. അറിവിന് വേണ്ടി, ജ്ഞാനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവനാണ് ഞാൻ. പക്ഷെ അനന്തേട്ടൻ അപമാനിക്കപ്പെടുമ്പോ വേദനിക്കുന്നത് എന്റെ മനസ്സാണ്. കള്ള കഴിവാണോ മോനെ? അച്ഛൻ തോന്നിയാസം വേറെ ആരെയും കണ്ടില്ല. വേഗം ഓടി ചെന്നോളൂ, മൂപ്പര് വലിയ കോപത്തിലാ. എന്താ എന്ത് പറ്റി? അവൾ എന്ത് പഴച്ചു? അവൾ കഴിഞ്ഞാൽ അവനെ കണ്ടുള്ളൂ. പുള്ളോപരമണൻ കുടുംബത്തിന്റെ മാനം കെടുത്താനുണ്ടായ അസുരവിത്ത് ഒന്നു കളഞ്ഞ എല്ലാത്തിനും നിന്റെ വളർത്തുദോഷം കൊണ്ടാ. നടക്കണി. നമ്മുടെ കുഞ്ഞിനെ തല്ലിയ കൊണ്ടോ കൊണ്ടോ ഒന്നും ആയില്ല. ആ തേവള്ളിയുടെ ബലത്തിലാ പുള്ളുവന്റെ കളി. മുളയിലേ നുള്ളിയില്ലെങ്കിലും ഉണ്ടല്ലോ, ഈ കുടുംബം മാത്രമല്ല കുലം മുഴുവൻ മുടിക്കും. അവ മുടിക്കും. ഒഴുക്കണം. 4 ആൾ ഇറങ്ങി നാറുന്നതിന് മുമ്പ് കുഞ്ഞിന്റെ വേളിയങ്ങ് നടക്കണം. ആ യോഗത്തിൽ ഉറപ്പിച്ച ശരീരമുണ്ട്, ജ്ഞാനത്തിൽ ഉറപ്പിച്ച ബുദ്ധിയുണ്ട്. പക്ഷേ എങ്ങും ഉറയ്ക്കാത്ത മനസ്സ്. അതിനെന്തെങ്കിലും വേണ്ടേ? എന്റെ നോവിലും നൊമ്പരത്തിലും ആശ്വാസമായിട്ട് വന്നവളാണ് സഹോദരി. ജാതി നോക്കാതെ, മതം നോക്കാതെ, ധനം നോക്കാതെ അവളുടെ തേങ്ങലും വേദനയും അറിഞ്ഞിട്ടും അറിഞ്ഞില്ലെന്ന് നടിക്കാൻ എനിക്കാവില്ല. ഇല്ല, ഞാനായിട്ടൊന്നും ചെയ്യില്ല. പക്ഷേ എല്ലാം ഉപേക്ഷിച്ച് അവൾ ഇറങ്ങി വന്നാൽ ഞാൻ സ്വീകരിക്കും. ഇക്കാര്യമാണെങ്കിലും അതിന് സമ്മതിക്കണം. എന്നോട് പോർക്കണം. സാവിത്രിക്കുഞ്ഞെ, എല്ലാരും ഉറങ്ങി. ആരും അറിയാതെയാ ഞാൻ വന്നത്. എത്ര ദിവസം എന്ന് വെച്ചാ ഇങ്ങനെ പട്ടിണി കിടക്ക? എന്തെങ്കിലും കഴിക്ക്. അച്ഛൻ തിരുമേനി ഉറങ്ങിയോ? നാണി, എന്നെ ഒന്ന് തുറന്നു വിടുവോ? എനിക്ക് അനന്തനെ ഒന്ന് കാണണം. അയ്യോ വേണ്ട തമ്പുരാട്ടി, വലിയ തിരുമേനി എങ്ങാനും അറിഞ്ഞാ? ആരും അറിയില്ല. ഒരു നോക്ക് കണ്ടിട്ട് വെളുക്കുന്നതിന് മുമ്പ് ഇങ്ങെത്താം. സത്യം, ഞാൻ തിരിച്ചു വരാം.
ചെയ്യും? അറിയില്ല. എന്നെ കാണാതായാൽ അവർ ആദ്യം വരുന്നത് ഇവിടെയും അനന്തേട്ടന്റെ വീട്ടിലുമായിരിക്കും. ഉം. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. പോവാ. കുത്തേടാ കുത്തേടാ, അവര് വന്നു. ഒന്നും പേടിക്കണ്ട, കണ്ടോ? പിടി കിട്ടിയാൽ ഒന്ന് കളഞ്ഞേക്കണം. നമ്മുടെ കുഞ്ഞിനെ അല്ല, അവനെ. വരിക.
അമ്മയുടെ മരണശേഷം അനന്തൻ ആ ഗ്രാമം വെറുത്തു. അല്ലെങ്കിൽ ആ ഗ്രാമം അനന്തനെ വെറുത്തു. വൈദിക വിജ്ഞാന ശാഖയുടെ ഇരുണ്ടതെന്ന് ചിലരെങ്കിലും വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ധരിക്കുന്ന ജ്ഞാന സ്രോതസ്സിന്റെ പുതിയ ഉറവുകൾ തേടി മേക്കാടനും അനന്തനും ആ ഗ്രാമം വിട്ടു. ഗ്രാമങ്ങൾ, നഗരങ്ങൾ, കാടുകൾ, പുൽമേടുകൾ, പുഴകൾ, പുതിയ സംസ്കാരങ്ങൾ, പുതിയ ധർമ്മങ്ങൾ, ധർമ്മച്യുതികൾ എല്ലാം കണ്ടുകണ്ട് അവർ സഞ്ചാരം തുടർന്നു. കോടമഞ്ഞും മേഘങ്ങളും തഴുകുന്ന ദൂരെ ദൂരെ, വളരെ ദൂരെ എവിടെയോ ഒരിടം. അവിടെ അവർ ഒരു കർമ്മവേദി കണ്ടുപിടിച്ചു. അനന്ത, എല്ലാം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. മഹാപുരോഹിതന്മാരിലൂടെ ഞാൻ ആർജിച്ച സിദ്ധിയും ജന്മജന്മാന്തരങ്ങളിലൂടെ ഞാൻ നേടിയ കർമ്മശക്തിയും ജ്ഞാനവും എല്ലാം എനിക്ക് നേടാൻ കഴിയാതിരുന്നതെല്ലാം നീ നേടണം. ഞാൻ അവസാനിക്കുന്നിടത്ത് നിന്ന് അനന്തൻ ആരംഭിക്കണം. മഹാഹോമം തുടങ്ങണം. വ്രതശുദ്ധി കളങ്കമേശാതെ തുടരണം. അതിമാനുഷനാകണം. എനിക്ക് സമയമായി. നടന്നോ ചുപ്ര, മഴ വരുന്നു. ഇതെന്താ കാലം തെറ്റൊരു മഴ? എന്തൊരു മഴ! കലികാലം. നാരായണ, എന്തൊരു മഴ! തൊഴുത് പുറത്തിറങ്ങിയപ്പോ തുടങ്ങിയതാ. മീനമാസത്തില് മഴ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇപ്പൊ എല്ലാം തലതിരിഞ്ഞാ.
വേണ്ടിയൊന്നും ഇല്ല, വിഷം തീണ്ടിയതാ. എന്റെ ഭഗവതി, നാട് മുടിയുക, എവിടെ നോക്കിയാലും അനർത്ഥങ്ങളേ ഉള്ളൂ. വെള്ളപ്പൊക്കം, ക്ഷേത്രനാശം, ബ്രാഹ്മണനാശം, സർവത്ര നാശ. വിഷഹാരി കൊണ്ടുപിടിച്ച് ശ്രമിക്കുക. ഇനിയൊക്കെ ഭാഗ്യം പോലെ. എവിടെ ഒരു കാര്യമില്ല. പോക്ക ഏറിയ 4 നാഴിക നേരം. രാജവമ്പാലി അല്ലേ കുത്തിയത്? എന്റെ ദേവി, മഹാദേവ ക്ഷേത്രത്തിലെ കുമ്പനും പുത്തേടത്ത് തിരുമേനിയും രണ്ടും ഒരുപോലെ ആയിരുന്നു. നാട് മുഴുവൻ കുലുക്കി 4 പേരോട് കൂടിയേ നടക്കും. എന്തോരാജ്ഞാശക്തിയായിരുന്നു. എല്ലാം പോയി. വിഷഹാരിക്ക് ഗുരുകാരണവന്മാരായിട്ട് കൽപ്പിച്ചു കൊടുത്ത ഒറ്റമൂലിയ. ആദ്യമായിട്ടത് പിഴച്ചു, അതും പുത്തേടത്ത് വെച്ച്. വിത്തും വിതച്ചു നോക്കിയിരുന്നിട്ടും കർക്കിടകത്തിൽ മഴ വന്നില്ല. മീനം വന്നപ്പോഴോ പേമാരി. പത്തായത്തിലൊന്നും 1 മണി അരിയില്ല. ദാ തിരുമേനി വരുന്നുണ്ട്. തിരുമേനി, തിരുമേനി എന്താ ഒന്നും മിണ്ടാത്തത്? നാട് മുഴുവൻ നശിക്കുക. തിടം പെഴുന്നള്ളിക്കുന്ന ആനകൾ ചരിയുന്നു, കൊടിമരങ്ങൾ ചായുന്നു, ക്ഷേത്രങ്ങൾ നശിക്കുന്നു. എന്താ തിരുമേനി ഇതൊക്കെ? കാശും കവടി ഇല്ലാണ്ട് 3 കാലവും അറിയാവുന്ന ആളല്ലേ അവിടുന്ന്. ഇങ്ങനെ ശിക്ഷിക്കപ്പെടാൻ വേണ്ടും എന്ത് തെറ്റാണ് നമ്മളൊക്കെ ചെയ്തത്? ഇല്ല, എനിക്കൊന്നും അറിയില്ല. എല്ലാം കാണാനുള്ള മനസ്സിന്റെ ശക്തി അതെന്നെ നഷ്ടപ്പെട്ടു. ഇന്ന് തകരുന്ന ബ്രാഹ്മണ്യം നോക്കി തളർന്നു നിൽക്കുന്ന ഒരു വൃദ്ധ ബ്രാഹ്മണൻ, അതാണ് ഞാൻ. കർമ്മങ്ങൾക്ക് ഫലസിദ്ധി കുറയുന്നത് കലികാലം കൊണ്ടാവാം. പക്ഷേ വിപരീത ഫലമുണ്ടാകുന്നതോ? ഇവിടെ നശിക്കുന്നത് ക്ഷേത്രമല്ല, ക്ഷേത്രജ്ഞനാണ്. ശരീരമല്ല, ആത്മാവാണ്. ആത്മാവ് നഷ്ടപ്പെട്ട, തിരികെട്ടുപോയ വെറുമൊരു മൺവിളക്ക്, അതാണ് ഞാൻ. അവിടുത്തെ ശിഷ്യൻ അനന്തൻ ആ മേക്കാടന്റെ ഒപ്പമല്ലേ പോയത്? ഇങ്ങനെ വരൂ. ശക്തി കിട്ടാൻ യോനി പൂജ വരെ നടത്തിയിട്ടുള്ളവരാ മേക്കാടൻ. അനന്തന് പ്രതികാരമുണ്ടാകും. ബ്രാഹ്മണ കുലത്തെ അവൻ നശിപ്പിക്കും. അനന്തന് പ്രതികാരമുണ്ടാകും. ബ്രാഹ്മണ കുലത്തെ അവൻ നശിപ്പിക്കും.